ഹലോ, ഷെന പുത്തൻകോട്ട് ഹിയർ. ഡി ഐയുടെ സെക്കൻഡ് ക്ലാസ് ആണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡേറ്റ നോക്കാം, നമ്മുടെ ടേബിൾ നോക്കാം. ടേബിൾ തന്നിരിക്കുന്നത് എ ബി സി ഡി ഇ എന്ന് പറയുന്ന സ്റ്റോറുകളും അതിൻ്റെ ഓരോ വർഷത്തെ പ്രോഫിറ്റുമാണ്. ലാക്കിലാണ്. 2018 എ എന്ന് പറയുന്ന സ്റ്റോറിൻ്റെ പ്രോഫിറ്റ് 12 ലക്ഷമാണ് ഒരു ഇയറിൽ. ഓക്കെ, 2018 12 ലക്ഷം പ്രോഫിറ്റ്. എയുടെ 2019 പ്രോഫിറ്റ് 18 ലക്ഷം, 2020 24 ലക്ഷം. അങ്ങനെയാണ് നമുക്ക് ഡേറ്റ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന സ്റ്റോറിൻ്റെ 2018 മുതൽ 2023 വരെയുള്ള പ്രോഫിറ്റ്, ബി എന്ന് പറയുന്ന സ്റ്റോറിൻ്റെ 2018 മുതൽ 2023 വരെയുള്ള പ്രോഫിറ്റ് ഇൻ ലാക്സ് ആണ്. സോറി. ഇനി പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻകം മൈനസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ. നമുക്ക് എത്ര ഇൻകം കിട്ടിയോ അത് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം മൈനസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് കിട്ടിയ പൈസയിൽ നിന്ന് നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കുറയ്ക്കണം അല്ലേ. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ എപ്പോഴും കുറയ്ക്കണം. നമുക്ക് കിട്ടുന്ന, അതായത് ലാഭമാണ് ഇൻകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ലാഭത്തിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അല്ലേ. അല്ല, നമ്മളിപ്പോൾ ഒരു കട തുടങ്ങാൻ വേണ്ടിയിട്ട് 5 ലക്ഷം ചിലവാക്കി അല്ലേ, 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. ആ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടാത്തതാണ്. പിന്നെ ഓരോ വർഷവും നമുക്ക് 10 ലക്ഷം വെച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം മൈനസ് 5 ആയിരിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വർഷത്തെയും ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻകത്തിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ആ വർഷത്തെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. ഓക്കെ, നമുക്കിനി ഓരോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, കൺസിഡർ ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഫോർ സ്റ്റോഴ്സ് എ ബി ഡി ആൻഡ് ഇ ഫോർ ദി പെയർ ഓഫ് ഇയേഴ്സ് 2018 and 19. അതായത് എയുടെ അതായത് എ ബി ഡി ഇ 4 സ്റ്റോറുകൾ എടുക്കുക. ഓരോ സ്റ്റോറിൻ്റെയും 2 വർഷത്തെ പെർസെൻറ്റേജ് ചേഞ്ചാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എയുടെ 2018 2019 എടുക്കേണ്ടത്. ഓക്കെ, റെസ്പെക്റ്റീവ്ലി എന്ന് കൊടുക്കുമ്പോൾ അങ്ങനെയാണല്ലേ. എ ബി ഡി ആൻഡ് ഇ ഫോർ ദി പെയർ ഓഫ് ഇയേഴ്സ് 2018-19, 2018-19, 2018-22, 2018-22. അപ്പോൾ എയുടെ ഏതൊക്കെ ഇയറാണ് എടുക്കേണ്ടത്? 2018-19. അപ്പോൾ നോക്കിയേ, എയുടെ 2018 2018-19 എടുക്കേണ്ടത് അല്ലേ. 2018-19 അല്ലേ. എയുടെ 2018-19 തന്നെയല്ലേ എടുത്തേക്കുന്നത്. യെസ്. Okay, which store has the maximum percentage change in profit for the pair of years mentioned ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം എയുടെ 2018-19 നോക്കാം. ഓക്കെ, എയുടെ 2018-19 എത്രയാണ് പെർസെൻറ്റേജ് ചേഞ്ച്? 18 നിന്ന് 12 കുറയ്ക്കുക അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 6. ഇനി പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇനീഷ്യലാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഇനീഷ്യൽ എത്രയാണ്? 12 അല്ലേ, ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ. അപ്പോൾ എ എന്ന് പറയുന്ന സ്റ്റോറിൻ്റെ 2018-19 പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ്. അതായത് 2018-19 എന്ന് പറയുമ്പോൾ 12 18, 12 18 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 6 കിട്ടും അല്ലേ. ഇനി ഇനീഷ്യലാണ് താഴെ എഴുതേണ്ടത്. എപ്പോഴും ഇനീഷ്യലാണ് താഴെ എഴുതേണ്ടത്. ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ആദ്യത്തത് അല്ലേ. പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്തതിൽ നിന്നാണ്, മുന്നേ ഉണ്ടായതിൽ നിന്നാണല്ലേ ചേഞ്ച്. അപ്പോൾ ആദ്യത്തെ ഇയറാണ് നമ്മൾ എപ്പോഴും താഴെ എഴുതേണ്ടത്. മനസ്സിലായോ? ആദ്യത്തെ ഇയറാണ് എപ്പോഴും താഴെ എഴുതേണ്ടത്. അതായത് 2018-19 ചേഞ്ച് ഇൻ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ആദ്യത്തെ ഇയറാണ് താഴെ എഴുതേണ്ടത്. മുകളിൽ എഴുതേണ്ടത് എന്താണ്? മൈനസ് ചെയ്തിട്ട്, ചേഞ്ച് അല്ലേ. അപ്പോൾ മൈനസ് ചെയ്തിട്ട് മുകളിൽ എഴുതുന്നു, താഴെ അതിൻ്റെ ആദ്യത്തെ വാല്യൂ എഴുതുന്നു. അപ്പോൾ 6/12 × 100
600/12 വരിക അല്ലേ. അപ്പോൾ 6നെ 12 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 2 കിട്ടും അല്ലേ. 2 50 ഇവിടെ വരിക. അപ്പോൾ 50 ലക്ഷമാണ് എയുടെ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞത് പ്രകാരം. ഓക്കെ, ഇനി നമുക്ക് അടുത്തെടുക്കാം. ഇനി അപ്പോൾ എയുടെ 50 ലക്ഷമാണെന്ന് കിട്ടി. ഓക്കെ, അതവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി സ്റ്റോർ ബിയുടെ ആണ് എടുക്കേണ്ടത്. സ്റ്റോർ ബിയുടെ ഏതൊക്കെയാണ്? 2018, 2019 തന്നെയാണ് സ്റ്റോർ ബിയുടെ. ഓക്കെ, അപ്പോൾ സ്റ്റോർ ബിയുടെ 2018, 19 തന്നെയാണ്. അപ്പോൾ സ്റ്റോർ ബിയുടെ 2018, 19 അല്ലേ. സ്റ്റോർ ബിയുടെ 2018, 19. ഓക്കെ, 2018, 19 എന്ന് പറയുമ്പോൾ 9, 15 നിന്ന് 9 കുറക്കണം അല്ലേ. 6 വരും അല്ലേ. 6 അല്ലേ, 15 നിന്ന് 9 കുറച്ചു. 6 താഴെ എഴുതേണ്ടത് ഏതാണ്? ഇനീഷ്യൽ 9 ഇൻറ്റു 100 പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100. ഇനി 100/3 എന്ന് പറയുമ്പോൾ 33.33 വരും അല്ലേ. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് 33.33 ലക്ഷമാണ്. ആദ്യത്തേത് 50. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏറ്റവും മാക്സിമം പെർസെൻറ്റേജ് ചേഞ്ച് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? എയുടെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. നമുക്ക് നോക്കാം ലാസ്റ്റ് ഏതാണെന്നുള്ളത് നോക്കാം. ഇനി 2018, 19, 22 ഏതിൻ്റെയാണ്? ഡിയുടെ അല്ലേ. ഡിയുടെ 2018, 22 കണ്ടോ. ഡിയുടെ 2018, 22. അപ്പോൾ ഡിയുടെ 2018 അതുപോലെ 22, 2022, 15ഉം 21ഉം ആണേ. 2018, 21 സോറി. 2018, 21 എന്ന് പറയുമ്പോൾ 9. 15 നിന്ന് 9 കുറയ്ക്കുമ്പോൾ 6 കിട്ടും. 6 ഇനീഷ്യൽ എന്താണ്? ആദ്യത്തെ വർഷം 2018 അല്ല, അതിൻ്റെ താഴെയുള്ളത് 15 ഇൻറ്റു 100. ഇവിടെ 3 വെച്ച് ചെയ്യുമ്പോൾ 2, 5 ഇൻറ്റു 3 15, 5 ഇൻറ്റു 2 10. എത്ര കിട്ടും? 40 ലക്ഷം കിട്ടും. ഓക്കെ, 40 ലക്ഷമാണ് അതിൻ്റെ ആൻസർ. 40 ലക്ഷമാണ് അവിടെ തന്നിരിക്കുന്നത്. ഇനി അപ്പോൾ നമുക്ക് എയുടെ 50, ഇത് 33.3, ഇത് 40 കിട്ടി. ഇനി ഇ നോക്കാം. ഇയുടെ ഏതാണ് നോക്കേണ്ടത്? 2018, 22 ആയിരുന്നല്ലേ. ഡിയുടെ നോക്കേണ്ടത് 2021 നോക്കിയത് നമ്മൾ. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. 2018, 22 തന്നെയാണ്. 2018 ഡിയുടെ 2018, 22 തന്നെയാണ്. അപ്പോൾ 15 നിന്ന് 21, 6 ഇനീഷ്യൽ വാല്യൂ 15 ഇൻറ്റു 100. രണ്ടും 3 വെച്ചിട്ട് കട്ട് ചെയ്യുക അല്ലേ. 3 ഇൻറ്റു 2 6, 5 ഇൻറ്റു 3 15, 5 ഇൻറ്റു 2 10, 0, 40. 40 തന്നെയാണ് വരുന്നത്. യെസ്. ഇനി അടുത്തത് ഈയുടെ സെയിം തന്നെയാണ് അല്ലേ. 2018ഉം 2022 തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈയുടെ. അപ്പോൾ 2018, 2022. ഓക്കെ, 6 വരും അല്ലേ. 18ഉം 12ഉം 6 വരും. 6 ഇനീഷ്യൽ വാല്യൂ എന്താണ്? 18 ഇൻറ്റു 100. 3 വെച്ചിട്ട് 2 കട്ട് ചെയ്യാമല്ലോ. കാരണം 6, 8, 1, 9 ആണല്ലേ. 2, 3 വെച്ചിട്ട് കട്ട് ചെയ്യാം. 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 3 18. 1 ഇൻറ്റു 2 2, 3 ഇൻറ്റു 2 6 അല്ലേ. ഓക്കെ, ഇനി 100/3 33.33. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? എ ആണ്. അപ്പോൾ നമ്മുടെ എക്കല്ലേ നമുക്ക് 50 കിട്ടിയത്. പിന്നെ നമുക്ക് കിട്ടിയത് ഏതായിരുന്നു? എക്ക് 50 കിട്ടി, എക്ക് 50 കിട്ടി. ഇത് 33.3 കിട്ടി. ഡി എന്തായിരുന്നു? 20 or 40 ആണെന്ന് തോന്നുന്നു അല്ലേ. ഇതും 40 അല്ലേ കിട്ടിയത്. 40 അല്ല, അപ്പോൾ 30 സംതിങ് അല്ലേ. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? എ ആണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? എ ആയിരിക്കും. വിച്ച് സ്റ്റോർ ഹാസ് ദി മാക്സിമം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഫോർ ദി ഇയർ മെൻഷൻഡ് അല്ലേ. എ ബി ഡി ഇയുടെ പേരുകൾ തന്നിട്ടുണ്ട്. 2018, 19, 2018, 19, 2018, 22 അങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, എളുപ്പമാണല്ലോ. ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ദ ഇയർ 2019, to earn a profit of 20% by each
ഓഫ് ദി സ്റ്റോഴ്സ് സി ആൻഡ് ഇ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ സി ടു ദാറ്റ് ഓഫ് ഇ. അതായത് 2019 20% പ്രോഫിറ്റ് സ്റ്റോറ് സിക്കും ഇക്കും വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിയും ഇയും ഇൻവെസ്റ്റ് ചെയ്യണ എമൗണ്ടിൻ്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കതിന് അത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ടേബിളിലേക്ക് വീണ്ടും വരാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 20% അല്ലേ കിട്ടണമെങ്കിൽ, 20% കിട്ടണമെങ്കിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രോഫിറ്റ് ബൈ ഇൻകം ഇൻറ്റു 100 ആണല്ലേ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ബൈ ഇൻകം ഇൻറ്റു 100 ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റിൻ്റെ ശതമാനം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ ഇൻകം ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കാൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണല്ലോ കാണേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് വെച്ചിട്ടായിരിക്കും. ഈ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്? എപ്പോഴും ഇൻകം വെച്ചിട്ടാണ് അല്ലേ. നമുക്ക് എത്ര വരുമാനം ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് ബൈ ഇൻകം ഇൻറ്റു 100 ആയിരിക്കും പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻകം എന്ന് പറയുന്നത് അല്ലേ ഈ ഇതിൻ്റെ പുറത്തേക്ക് വരും അല്ലേ. ഇൻകത്തിൻ്റെ കിട്ടണമെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 100 അല്ലേ. ഈ ഇക്വേഷൻ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുമല്ലോ. ഇൻകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് സിയുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ പ്രോഫിറ്റും ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ് അത് ചെയ്തതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഇൻകം എന്ന് എഴുതുവാണ് ഞാൻ. ഓക്കെ, ഇൻകത്തിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ കിട്ടിയല്ലോ. ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബൈ പ്രോഫിറ്റ് ഇൻറ്റു 100. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് എത്രയാണ്? നമ്മുടെ സിയുടെ 2019 പ്രോഫിറ്റ് അത് നമ്മുടെ ഈ കോളത്തിൽ ഉണ്ട്. 2019 സിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 33 ആണല്ലോ. ഓക്കെ, ഇനി ഇയുടെയും കൂടെ ഒന്ന് നോക്കി വെച്ചോ. എത്രയാണ്? 21. ഓക്കെ, അപ്പോൾ 33 21 ആണ് സിയുടെയും ഇയുടെയും എന്ത് പ്രോഫിറ്റ്. നമുക്ക് രണ്ടും ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ സിയുടെ പ്രോഫിറ്റ് 33ഉം ഇയുടെ പ്രോഫിറ്റ് 21 ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഇനി ഇതിൽ നിന്ന് രണ്ടിൻ്റെ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. സിയുടെയും ഇയുടെയും ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ഓഫ് സി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ഓഫ് സി എന്ന് പറയുന്നത് പ്രോഫിറ്റ്. അപ്പോൾ സിയുടെ പ്രോഫിറ്റ് എത്രയാണ്? 33. എത്ര പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടണം എന്നാണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ. 0 കട്ട് ചെയ്തു. 2 5 ഇൻറ്റു 2 10. അപ്പോൾ 5 ഇൻറ്റു 3 15. ബാക്കിയൊന്ന് 5 ഇൻറ്റു 3 15. 165 ആണ് എന്തിൻ്റെ ഇൻകം? സിയുടെ ഇൻകം. ഓക്കെ, സിയുടെ ഇൻകം 165 ലക്ഷം. ഓക്കെ, അപ്പോൾ സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇക്വേഷൻ അല്ല, പ്രോഫിറ്റിൻ്റെ ഇക്വേഷനാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻകം മൈനസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരിക്കും? ഇൻകം പ്ലസ് പ്രോഫിറ്റ്. ഇൻകം നമുക്ക് എത്ര കിട്ടി? 165. പ്രോഫിറ്റ് എത്രയാണ്? 33. അപ്പോൾ എത്രയായിരിക്കും? 198 ആണ് സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ ആണല്ലോ. സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 198. അപ്പോൾ ആദ്യം നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തു. ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു? പ്രോഫിറ്റ് ബൈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 100. പ്രോഫിറ്റ് നമുക്ക് കോളത്തിൽ നിന്ന് കണ്ടു. പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20. അത് വെച്ച് നമ്മൾ ഇൻകം കണ്ടുപിടിച്ചു. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റും പ്ലസ് ഇൻകം ആണ് അല്ലേ. എങ്ങനെയാണ് ആ ഒരു സംഭവത്തിലേക്ക് എത്തിയത്? ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു സംഭവം കണ്ടില്ലേ? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻകം മൈനസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തേക്ക് പോകുമ്പോൾ, ഇക്വേഷൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഇൻകം പ്ലസ് പ്രോഫിറ്റ് അല്ലേ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ കൂടെ പ്രോഫിറ്റ് കിട്ടുന്നതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അതേപോലെ ഇനിയാണ് റേഷ്യോ കാണുന്നതിന് മുന്നായിട്ട് ഇയുടെ കാണണം ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇയുടെ ഇൻകം കാണണം. ഇൻകം കാണാൻ നമ്മൾ കാൽക്കുലേഷൻ അല്ലേ,
നേരത്തെ നമ്മൾ പ്രോഫിറ്റ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ലേ, സിയുടെ പ്രോഫിറ്റ് എന്താണ് 21. പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 ഇൻറ്റു 100. ഓക്കെ, ഇനി 20 ഇവിടെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. 20 ഇൻറ്റു 5 100. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ 21 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 105 ലക്ഷം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരിക്കും? ഈയുടെ പ്രോഫിറ്റ് പ്ലസ് ഇൻകം 105 പ്രോഫിറ്റ് എത്രയാണ്? 21. അപ്പോൾ 126. ഓക്കെ, അപ്പോൾ നമ്മൾ സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 198. ഈയുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാൽക്കുലേറ്റ് ചെയ്തു 126. ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ സി. അപ്പോൾ സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതുക. സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 198 ടു ദാറ്റ് ഓഫ് ഇ എന്നാണ്. അപ്പോൾ താഴെ ഏതാ എഴുതേണ്ടത്? ഈയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 126. ഇങ്ങനെ ഒരു സാധനം ഓപ്ഷനിലുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ എപ്പോഴും 2:3 അല്ലെങ്കിൽ 2/3. 2:3 എന്ന് പറഞ്ഞാലും 2/3 എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത് 198/126. പക്ഷേ അങ്ങനെ ഒരു ആൻസർ നമ്മുടെ ഓപ്ഷനിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് 2 വെച്ചിട്ട് കട്ട് ചെയ്യുക അല്ലേ. 9 ഇൻറ്റു 2 18. ബാക്കി 1 വരും. 9 ഇൻറ്റു 2 18. 2 വെച്ച് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 2 12. 3 ഇൻറ്റു 2 6. ഇത് രണ്ടും 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3 ഇൻറ്റു 3 9. 3 ഇൻറ്റു 3 9. 3 ഇൻറ്റു 2 6. 1 ഇൻറ്റു 3 3. 33 21. ഇനി ഇതും വീണ്ടും 3 വെച്ച് ചെയ്യാം. 3 ഇൻറ്റു 1 3. 3 ഇൻറ്റു 1 3. 7 ഇൻറ്റു 3 21. 11:7. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡി 11:7 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. സിമ്പിളാണല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഇൻകം കണ്ടു, ഇൻകത്തിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടു, എന്നിട്ട് റേഷ്യോ ആക്കി. സിമ്പിളാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റ് ഏൺഡ് ബൈ സ്റ്റോർ എ ഇൻ 2003 ഈസ് അപ്രോക്സിമേറ്റ്ലി % മോർ ദാൻ ദാറ്റ് ഇൻ 2019. അപ്പോൾ എയുടെ 2023 പ്രോഫിറ്റും എയുടെ 2019 പ്രോഫിറ്റ് അതിനേക്കാൾ എത്ര കൂടുതലാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ സ്റ്റോർ എയിലെ 2023 പ്രോഫിറ്റ് 2019 എയുടെ തന്നെ പ്രോഫിറ്റിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്ന് നോക്കാം. ഓക്കെ, എയുടെ 2023 2019. ഓക്കെ, 2023 എത്രയാണ് എയുടെ? 30. 2019 എത്രയാണ് പ്രോഫിറ്റ്? 18. അപ്പോൾ പ്രോഫിറ്റ് അത് എത്ര കൂടുതലുണ്ടെന്ന് കാണാൻ ആദ്യം 30 നിന്ന് 18 കുറക്കും. അപ്പോൾ എത്ര കിട്ടി? 12. ഇനി ആദ്യത്തെ അല്ലേ, ഇനീഷ്യൽ ഇയർ താഴെ എഴുതും. 18 പെർസെൻറ്റേജ് ആയതുകൊണ്ട് 100. ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും 2 വെച്ച് ചെയ്യുക അല്ലേ. 6 ഇൻറ്റു 2 12. 9 ഇൻറ്റു 2 18. വീണ്ടും 3 വെച്ച് ചെയ്യാം. 3 ഇൻറ്റു 2 6. 3 ഇൻറ്റു 3 9. 200/3. ഏകദേശം അത് 66.67 കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 66.67 ആയിരിക്കും. ഓപ്ഷനിൽ അതുണ്ടോ നോക്കാം. 66.67. ക്ലിയർ ആണല്ലോ. അപ്പോൾ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഡിഫറൻസ് കാണും, എന്നിട്ട് ഏറ്റവും ആദ്യത്തെ വർഷത്തത് താഴെ എഴുതും, ഇൻറ്റു 100 ചെയ്യും. സിമ്പിളാണല്ലോ. ഓക്കെ, ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓണർ ഓഫ് സ്റ്റോർ സി ഇൻവെസ്റ്റ് 9 lakh in 2021. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടി. സിയുടെ ഓണർ 2021 9 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, 9 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. വാട്ട് ഷുഡ് ബി ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡി, സ്റ്റോർ ഡി ആണ്, ഇൻ ദ സെയിം ഇയർ ടു ഗെറ്റ് ആൻ ഇൻകം വിച്ച് ഈസ് ഡബിൾ ദാൻ ദാറ്റ് ഓഫ് സ്റ്റോർ സി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇൻകം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അതായത് സ്റ്റോർ സി എന്ത് ചെയ്തിട്ടുണ്ട്? 9 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 2021. ഓക്കെ, നമുക്ക് ഈ ഡയഗ്രത്തിലേക്ക് വരാം. സ്റ്റോർ സി 9 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. സ്റ്റോർ സി ഇതാണ് സി 2021 അല്ലേ. 2021 സ്റ്റോർ സി 2021 എത്ര ഇൻവെസ്റ്റ് ചെയ്തു? 9 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, 9 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻകം എത്രയായിരിക്കും സ്റ്റോർ സിയുടെ?
21 ഇൻകം എത്രയായിരിക്കും? പ്രോഫിറ്റ് പ്ലസ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ലേ? 21 പ്ലസ് 9 30 ലക്ഷമായിരിക്കും ഇൻകം. 30 ലക്ഷമായിരിക്കും ഇൻകം. അതായത് പ്രോഫിറ്റ് പ്ലസ് എന്താണ് അല്ലേ? ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തേക്ക് പോകില്ലേ? പ്രോഫിറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇൻകം എന്ന് പറയുന്നത് അല്ലേ? പ്രോഫിറ്റ് പ്ലസ് ഇൻകം. ഓക്കെ, സോറി, പ്രോഫിറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? പ്രോഫിറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഇൻകം. ഓക്കെ, അപ്പോൾ ഇൻകം ഓഫ് സി 2021 30 ലക്ഷം. അത് ക്ലിയർ ആണല്ലോ. ഇനി ഡിയുടെ ഇൻകം ഇതേപോലെ കാണണം. ഓക്കെ, ഡിയുടെയും നമ്മൾ 2021 തന്നെയാണ്. 2021 എത്രയാണ്? 9 ലക്ഷമാണ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി അപ്പോൾ ഇൻകം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? ഇൻകം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? അതായത് ഇപ്പോൾ നമ്മൾ സിയുടെ ഇൻകം കണ്ടെത്തി അല്ലേ? സിയുടെ ഇൻകം നമ്മൾ എങ്ങനെ കണ്ടെത്തിയത്? 21 പ്രോഫിറ്റ്, 9 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻകം, സിയുടെ ഇൻകം 30 ലക്ഷമാണ് 2021 എന്ന് കിട്ടി. അവിടം വരെ ക്ലിയർ ആണല്ലോ. അതായത് നമുക്ക് തന്നിട്ടുണ്ടോ 9 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. 21 നമ്മൾ ഈ ടേബിളിൽ നിന്ന് അതിൻ്റെ പ്രോഫിറ്റ് മനസ്സിലാക്കി. അപ്പോൾ ഈ സിയുടെ ഇൻകം 30 ലക്ഷമാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് തന്നിട്ടുള്ളത്, ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇൻകം, സ്റ്റോർ സിയുടെ ഇൻകം ഡബിൾ ആവണം. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ സിയുടെ ഇൻകം നമുക്ക് കിട്ടി. എന്താണ്? 30 ലക്ഷം അല്ലേ? 30 ലക്ഷമാണെന്ന് കിട്ടി സിയുടെ ഇൻകം. ഇനി നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് അതേ വർഷം തന്നെ, അതായത് 2021 തന്നെ ഡിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരിക്കും? ഇൻകം സിയുടെ ഡബിൾ ആണെങ്കിൽ. അപ്പോൾ സിയുടെ ഡബിൾ എന്ന് പറയുമ്പോൾ 30 × 2, അതായത് 60 ഡിയുടെ ഇൻകം അല്ലേ? നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റാണ് കാണേണ്ടത്. അപ്പോൾ ഇൻകം കിട്ടി. ഇനി അല്ലേ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ സിയുടെ ഇൻകം കണ്ടു അല്ലേ? ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പ്രോഫിറ്റ് നമ്മുടെ കോളത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ 30 കിട്ടി. ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? വാട്ട് ഷുഡ് ബി ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡി? ഡിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതേ വർഷത്തിൽ, അതായത് 2021 എത്രയായിരിക്കും? ടു ഗെറ്റ് ആൻ ഇൻകം വിച്ച് ഈസ് ഡബിൾ ദാൻ ദാറ്റ് ഓഫ് സ്റ്റോർ സി. സ്റ്റോർ സിയുടെ ഇൻകത്തിൻ്റെ ഡബിൾ കിട്ടണമെങ്കിൽ, ഡബിൾ കിട്ടുക എന്ന് പറയുമ്പോൾ സ്റ്റോർ സിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് 30, അപ്പോൾ അതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 60. അപ്പോൾ 60 ലക്ഷമാണ് ഇൻകം. അങ്ങനെ ഇൻകം കിട്ടണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ഇൻകം 60 കിട്ടി. പ്രോഫിറ്റ് നമുക്ക് 2021 ഇവിടെ നിന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 60 ഏതിൻ്റെ? ഡിയുടെ. ഇനി പ്രോഫിറ്റ് ഡിയുടെ 2021 എത്രയാണ്? 9. അപ്പോൾ 60 നിന്ന് 9 കുറച്ചാൽ ഇൻകം കിട്ടില്ലേ? എത്രയാണ്? 51 ലക്ഷം. 51 ലക്ഷം. അപ്പോൾ ഇവിടെ 51 ലക്ഷം ആൻസറിലുണ്ടോ? യെസ്, 51 ലക്ഷം കിട്ടിയില്ലേ? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്? അപ്പോൾ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസൊക്കെ വെച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ തന്നിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. സിമ്പിളാണല്ലോ. അപ്പോൾ ഇതിനകത്ത് പെർസെൻറ്റേജ് ഡിഫറൻസ് തന്നിട്ടുണ്ട്, റേഷ്യോ കാണുന്ന ഒരു ചെറിയൊരു ഏരിയയും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.